ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ട് അകന്നിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ അവർ ഇപ്പോഴുള്ള ആ ഒരു വ്യക്തിയുമായിട്ട്, അതായത് ആ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്, അവർ ഹാപ്പിയാണോ എന്നും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ആ ഒരു ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ നോക്കുന്നുണ്ട്, തേർഡ് പാർട്ടി ബന്ധത്തിൻ്റെ അവസ്ഥ, അവരുടെ നെക്സ്റ്റ് ആക്ഷനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ഇപ്പോഴത്തെ നിങ്ങളോടുള്ള ഫീലിങ്സാണ്. ഇത് നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ ലവറാകാം, നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, നിങ്ങളുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ നോ കോൺടാക്റ്റിലിരിക്കുന്ന വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ കാണുന്നത് നിങ്ങൾക്ക് അപ്പോൾ ഇത് റെസണേറ്റ് ആവുന്നതാണ്. ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ മാത്രമുള്ള ഒരു റീഡിംഗ് അല്ല ഇത് കാണുന്ന ഒരുപാട് എനർജീസ് ഉണ്ട്, അവരുടെ ഒരു കളക്ഷനാണ് ഈ ഒരു റീഡിങ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ലൈഫിലേക്ക് എടുക്കാവൂ, അല്ലാത്ത കാര്യം വിട്ടുകളയുക. നിങ്ങൾക്കിത് നിങ്ങളുമായിട്ട് റെസണേറ്റ് ഇല്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്കിത് വിട്ട് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ എൻ്റെ റീഡിങ്ങിൽ അതായത് നമ്മൾ കാർഡ് നേരത്തെ എടുത്തു വെക്കുന്ന പരിപാടിയില്ല, അപ്പോൾ ഷഫിൾ ചെയ്ത് നിങ്ങളെ കാണിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സാണ് ഞാൻ നോക്കാനായിട്ട് പോകുന്നത്. എന്താണ് അവർക്ക് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാനുള്ളതെന്ന് നോക്കാം. കുറച്ച് കാർഡ് എടുക്കാം. നമുക്കൊരു 6 കാർഡ് എടുക്കാം. അതായത് ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, അതായത് ഒരു ഡിവൈൻ ടൈമിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് കെട്ടിയിട്ടപ്പെട്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ അവർ നിലവിലുള്ള ബന്ധത്തിൽ. അവരെ ആരോ കെട്ടിയിട്ട ഒരു അവസ്ഥയിലാണ് അവർ ഫീൽ ചെയ്യുന്നത്. അതിപ്പം ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്താവാം, അവരുടെ മനസ്സ് മാറ്റിയെടുത്ത് ഒരു ആഭിചാര കർമ്മങ്ങളിലൂടെ മനസ്സ് മാറ്റിയെടുത്ത വ്യക്തികളുടെ എനർജിയൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റും. അതായത് നിങ്ങളുടെ വ്യക്തി മനസ്സറിഞ്ഞ് പോയതല്ല, മിക്കവരുടെ കാര്യത്തിലും ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രയോഗം കൊണ്ട് അവർ മറ്റൊരു ബന്ധത്തിലേക്ക് പോയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കടുത്ത കുറ്റബോധം നിങ്ങളോടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ എത്രയൊക്കെ മനസ്സ് ശ്രദ്ധ തിരിച്ച് വിടാനും ശ്രമിച്ചിട്ടും അവർക്കൊന്നും നടക്കുന്നില്ല. അവർ നിങ്ങളെ മറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിലവിലത്തെ ബന്ധത്തിൽ അവരൊരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ജോലി പോലും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കെട്ടിയിട്ടപ്പെട്ട ഒരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ. ആകപ്പാടെ തളർന്ന്, അതായത് ക്ഷുദ്രം ചെയ്തും കൂടോത്രം ചെയ്തും ആഭിചാര കർമ്മത്തിലൂടെയൊക്കെ ആയിരിക്കാം തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് കീഴ്പ്പെടുത്തിയത്. പക്ഷേ ഇപ്പോഴവർ പല യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ വെയിറ്റ് ചെയ്യുകയാണ്. അവർ തീർച്ചയായിട്ടും എല്ലാ ഫീലിങ്സും കടിച്ചമർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. തേർഡ് പാർട്ടിയായിട്ട് അവർക്ക് തേർഡ് പാർട്ടിയുടെ ഒരു ദേഷ്യം, ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊരു ദേഷ്യം അവരെല്ലാം തിരിച്ചറിഞ്ഞു. തേർഡ് പാർട്ടിയുടെ കള്ളത്തരങ്ങളൊക്കെ അവർ തിരിച്ചറിഞ്ഞായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ കടുത്ത പശ്ചാത്താപത്തിലൂടെയാണ് ആ ഒരു വ്യക്തി പോകുന്നത്. കുറ്റബോധത്താൽ നീറുന്ന ഒരു മനസ്സിനെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് അവരുടെ ജീവിത കാര്യത്തിൽ ഒന്നിലും ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല, ഒരു കാര്യത്തിൽ അവർക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിലും പറ്റുന്നില്ല. അവർ ജീവിതത്തോട് പൊരുതുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളുമായിട്ടൊരു നല്ലൊരു ഫ്യൂച്ചർ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഏസ് ഓഫ് സോർഡ് വന്നത്. ജസ്റ്റിസ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു നീതി തരണമെന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഫീലിങ്സിൻ്റെ അതിൻ്റെ ഉള്ള ആഴം വളരെ ഡീപ്പായിട്ട് കാണുന്നുണ്ട്. അവരിപ്പോൾ ഇങ്ങനെ തെറിച്ച് നിൽക്കുകയാണ്. അതായത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ എല്ലാവരോടും അവർക്കൊരു ദേഷ്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഇതിനും കാരണക്കാരൻ. അതായത് അവരുടെ ജീവിതം ഇങ്ങനെയാകാൻ കാരണക്കാരൻ അവരാണ്. അവരുടെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുക. നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്കൊരു നീതി തരണമെന്നൊരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാര്യം ഇത് നിങ്ങളെ വഞ്ചിച്ചു പോയ വ്യക്തിയുടെ എനർജിയാണ്. നിങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുകയും എന്നാൽ നിങ്ങൾക്കൊരു കറിവേപ്പിലയുടെ പോലും
വാല്യൂ തരാത്തൊരു വ്യക്തി, നിങ്ങളെ വെറും വേസ്റ്റ് ബിന്നിലേക്ക് വലിച്ചെറിഞ്ഞൊരു വ്യക്തി, ഞാൻ നേരത്തെ റീഡിങ്ങുകളിലൊക്കെ പറഞ്ഞ പോലെ. കാര്യം നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കാത്തൊരു വ്യക്തി, നിങ്ങൾ ആരാണെന്ന്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കാത്ത വ്യക്തി. അവരുടേതായ കുറേ ഫാൻറ്റസി വേൾഡ് ജീവിച്ചു, അവർ മറ്റൊരു വ്യക്തിയോട് കൂടെ പോയി. പക്ഷേ ഇപ്പോഴാണ് അവർക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞത്. അതായത് നിങ്ങൾക്കൊരു നീതി തരണമെന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിനൊരു പുതിയ തുടക്കമുണ്ടാവണം. അതായത് നിങ്ങളും അവരുമായിട്ടുള്ളൊരു ബന്ധം വെറുമൊരു ബന്ധമല്ല, അത് ഡിവൈൻലി പ്രപഞ്ചശക്തി തീരുമാനിച്ച ബന്ധമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം അവർ തിരിച്ചറിയുന്നുണ്ട്. അവരിപ്പോൾ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് പോകുന്നത്. ചലിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് തീർച്ചയായിട്ടും. അവരുടെ മനസ്സിനെ അവർ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അമിത ചിന്തകളിൽ കൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ്. അതിനെ ഡൈവേർട്ട് ചെയ്യാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ശ്രമമൊക്കെ പരാജയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചൊരു വ്യക്തിയാണ് പാസ്റ്റ് ഈ ഒരു വ്യക്തി. അത് നിങ്ങളുടെ ലവറാകാം, നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, ആരുമാവാം. അവർ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചതാണ്. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചതാണ്. ഒരുപാട് ദേഹോപദ്രവമൊക്കെ നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ട് ഈ ഒരു വ്യക്തിയിൽ നിന്ന്. ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തിയിൽ നിന്ന്. പക്ഷേ ആ ഒരു വ്യക്തി ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്ത ഓരോ കാര്യത്തിനോർത്ത്. ഒരുപാട് നീറി കഴിയുന്നൊരു ഇതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വിഷമത്തിലൂടെ പോകുന്നൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും. നിങ്ങൾക്കൊരു നീതി തരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാര്യം അവരുടെ നിലവിലത്തെ ബന്ധത്തിന് അവർ തേർഡ് പാർട്ടിക്ക് വേറെ ബന്ധങ്ങളുള്ളതായിട്ട് കാണുന്നു, തേർഡ് പാർട്ടിക്ക് വേറെ റിലേഷൻഷിപ്പൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ അവർ തകർന്നു പോയി. ആ ഒരു സിറ്റുവേഷനിലോട്ട് ഹാപ്പി അല്ലെന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴവർ നിലവിലുള്ള സിറ്റുവേഷൻ, തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ കുടുംബാവാം, ആരുമാവാം, അതിലൊട്ടും ഒരു ഹാപ്പി അല്ല. കൂടുതൽ പേർക്ക് ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടിയായിട്ട് വരിക്കുന്നത്. ഒരു ലേഡി അല്ലെങ്കിൽ ഒരു മാൻ ഒരു തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തി എനിക്കിവിടെ കാണുന്നുണ്ട് തീർച്ചയായും. അപ്പോൾ അവരുടെ മനസ്സിൽ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാര്യം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു ആ ഒരു വ്യക്തിക്ക് വേണ്ടി. പക്ഷേ ഇപ്പോഴാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ വാല്യൂയും, നിങ്ങൾ എത്രത്തോളം ആ ഒരു ലൈഫിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സമയം എത്രത്തോളം നല്ലതായിരുന്നു, ആ ഒരു ചിലവഴിച്ച ആ ഒരു നാളുകളൊക്കെ എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാര്യം ഇപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ് തീർച്ചയായും. അവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷനാണ്. അവരെല്ലാവരുമായിട്ട് ഇപ്പം വഴക്കുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരു ഹാപ്പിനെസ് ഇല്ല ഇപ്പം. കാര്യം നിങ്ങളായിരുന്നു അവരുടെ ഹാപ്പിനെസ് എന്ന് അവർ തിരിച്ചറിയുന്നതായിട്ടാണ് എനിക്കിവിടെ റീഡിങ്ങിലൂടെ മനസ്സിലായത്. നമുക്ക് കുറച്ച് കാർഡും കൂടി എടുക്കാം. എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കാം, തേർഡ് പാർട്ടി നോക്കാം, തേർഡ് പാർട്ടിയുടെ കാര്യം നോക്കാം, അവരുടെ ഫീലിങ്സ് നോക്കാം. ഇതാണ് ഇപ്പോഴത്തെ അടുത്ത കുറച്ച് ഫ്യൂച്ചർ കാർഡ് എടുത്തപ്പോഴും ഇതാണ്. കാര്യം തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വെറും വിഷലിപ്ത ബന്ധമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് കരച്ചിലാണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ അവർ വീക്ഷിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ. കാര്യം അവരുടെ ജീവിതത്തിൽ ഒരു മനസ്സമാധാനമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ്. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി കുറേ ചതിയിലൂടെയാണ് കൂടുതലും. അതായത് തേർഡ് പാർട്ടി അവരും തമ്മിലുള്ള ബന്ധം ഒരു വിഷലിപ്ത ബന്ധമായിരുന്നു, ഒരു ആസക്തി മാത്രമായിരുന്നു, ഒബ്സഷൻ. അതിൻ്റെ പീരീഡൊക്കെ ഏകദേശം അവസാനിച്ചതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളോട് പഴയതുപോലെ സംസാരിക്കാനും ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 6 നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു നമ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. 6 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നതാണ്. അത്രയധികം സ്നേഹം അവരുടെ അടുത്തുണ്ട്. അവരിനി നിങ്ങൾക്കായിട്ട് ഒട്ടും ലാഗ് അടിക്കില്ല. അവർ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്ന് അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വെറും ഒരു ആഗ്രഹമല്ല, ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്കായിട്ട് എടുത്തു കഴിഞ്ഞതായിട്ടാണ് കാണുന്ന ഈ ഒരു വ്യക്തി.
എല്ലാത്തിലും വലുത് നിങ്ങളാണെന്നുള്ളൊരു ചിന്ത, നിങ്ങളുടെ വില മനസ്സിലാക്കിയവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അത് പഴയതുപോലെ വേറെ ബന്ധത്തിലേക്ക് പോകാനല്ല, വീണ്ടും തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പെർമനൻ്റായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കാൻ, നിങ്ങളോട് നല്ല രീതിയിൽ നിങ്ങളുടെ ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡുകൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അത്രത്തോളം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ. അത്രത്തോളം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളിലേക്ക് വന്നൊരു റീയൂണിയന് സാധ്യതയാണ് കാണുന്നത് കേട്ടോ. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ബന്ധം ഒരു ടോക്സിക് ബന്ധമാണെന്ന് ഈ ഒരു വ്യക്തി തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട്. ചില മന്ത്രച്ചരടുകൾ കൊണ്ട് മാത്രം കൂട്ടിക്കെട്ടിയൊരു ബന്ധം, അതാണ് തേർഡ് പാർട്ടി ബന്ധം എന്ന് ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത്. അതാണ് ഇപ്പോൾ എനിക്കിവിടെ പറയാനായിട്ട് സാധിച്ചത്. ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. അവർക്ക് നിങ്ങളെ വേണം. നമുക്ക് കുറച്ച് ഫ്യൂച്ചർ കാർഡും കൂടി എടുത്ത് നോക്കാം. ഫ്യൂച്ചർ കാർഡ്സും കൂടെ എടുത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. അതായത് അവർ പെട്ടെന്നൊരു തീരുമാനത്തിൻ്റെ പുറത്തായിരിക്കാം നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോയത് ഈ ഒരു വ്യക്തി. ആ ഒരു വ്യക്തിക്ക് ഒട്ടും ഒരു ക്ഷമയില്ലായിരുന്നു ഒരു കാര്യത്തിലും. പക്ഷേ ഇപ്പോഴവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ ക്ഷമ എന്താണെന്നൊക്കെ പഠിച്ചു. അവരുടെ കാഴ്ചപ്പാടിലൊരു മാറ്റം വന്നിട്ടുണ്ട്. കാര്യങ്ങളെ പുതിയൊരു വീക്ഷണകോണിൽ നിന്ന് കാണാൻ ആ ഒരു വ്യക്തി പഠിച്ചതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുല്യ പങ്കാളിത്തമാണെന്ന് ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. ഒരു 6 ഓഫ് പെൻറ്റക്കിളിൻ്റെ ഈക്വലൻ്റ് കാർഡാണ് തീർച്ചയായിട്ടും ഈ ഒരു കാർഡ്, പാർട്ടിസിപ്പേഷൻ കാർഡ്. അതുപോലെ കണ്ടീഷനിങ് കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇവർ ചില പഴയ ചിന്താഗതിക്കാരൊക്കെ ആയിരിക്കും. പഴയ കൺവെൻഷണൽ വേ ഓഫ് തിങ്കിങ് ഒക്കെ അവസാനിപ്പിച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു വ്യക്തി. അതാണ് ഈ ഒരു കാർഡ്, കണ്ടീഷനിങ് കാർഡ് സൂചിപ്പിക്കുന്നത്. അതുപോലെ അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് ഇനിയും പിടിച്ചു നിൽക്കാനാവുന്നില്ല. അവരെടുത്തൊരു തെറ്റായ തീരുമാനത്തിൻ്റെ ഫലമാണ് ഇപ്പോഴവർ അനുഭവിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട്. അവരോട് തന്നെ യുദ്ധം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാര്യം നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ തള്ളിക്കളഞ്ഞതിൽ ഒരു കുറ്റബോധം അവർക്കുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നിങ്ങളുടെ വ്യക്തിയുടെ എടുത്തുചാട്ടമൊക്കെ അവസാനിപ്പിച്ച് ഒരു നല്ലൊരു വ്യക്തിയായിട്ട്, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തുല്യ പങ്കാളിത്തം, ഭാര്യ എന്ന് പറഞ്ഞാൽ അടിമയല്ല എന്നുള്ളൊരു ചിന്തയൊക്കെ മാറ്റി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്കുള്ളൊരു ആത്മബോധം വന്നിട്ടായിട്ട് കാണുന്നുണ്ട്. ഒരു അന്തർജ്ഞാനം ആ ഒരു വ്യക്തിയിൽ ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. സ്പിരിച്വൽ റീബർത്ത്. വളരെ സമാധാനപരമായ ഒരു ജീവിതമായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫ്യൂച്ചർ ലൈഫ് എന്ന് പറയുന്നത്. എടുത്തുചാട്ടമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു വ്യക്തിക്ക് നേരത്തെ, പക്ഷെ അതൊക്കെ അവസാനിപ്പിച്ച് അവരായിട്ട് തന്നെ നിലകൊണ്ട് അങ്ങനെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ അഹങ്കാരവും അതുപോലെ തന്നെ ആ ഒരു സ്വാർത്ഥതയും ഒക്കെ വെടിഞ്ഞ് ഒരു നല്ല വ്യക്തിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ തിരികെ വരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. ഫ്യൂച്ചറിൽ ഒരുപാട് മാറ്റം നിങ്ങളുടെ ബന്ധത്തിൽ വരും. അങ്ങനെയാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അവരായിട്ട് തന്നെ നിലകൊള്ളുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം അവരെടുത്ത തെറ്റിൻ്റെ ഫലമാണ് തീർച്ചയായിട്ടും അവരിപ്പോൾ അനുഭവിക്കുന്നതെന്ന് കാണുന്നുണ്ട്. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യങ്ങളെ ഒരു പെട്ടെന്ന് ഒരു തീരുമാനമൊക്കെ എടുത്ത് നിങ്ങൾക്കായിട്ടൊരു നിലപാട്, ഒരു ക്ഷമയൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക്. ഗൗരവമൊക്കെ കുറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നേരത്തെ ഭയങ്കര കർക്കശക്കാരനായിരിക്കാം. അനാവശ്യ ചിന്തകളിൽ നിന്ന് മനസ്സിനെ മാറ്റിവെക്കുന്ന ഒരു വ്യക്തിത്വത്തിനെ കാണുന്നുണ്ട്. അവരുടെ എടുത്തുചാട്ടം കൊണ്ടാണ് നിങ്ങളുടെ ബന്ധം ഈ ഒരു പരുവായെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്കിവിടെ കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. നിങ്ങളുടെ വ്യക്തി ആരായാലും അവരിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. അതായത് എല്ലാത്തിൻ്റെ ഉത്തരം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അവർക്കൊരു പുതിയൊരു വ്യക്തിയുടെ ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്നുണ്ട് അവർക്ക്.
ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നിങ്ങളിലേക്ക് തിരികെ വന്ന് നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വ്യക്തി. അവരായിട്ട് തന്നെ നിലകൊള്ളുന്നതായിട്ട് കാണുന്നുണ്ട്. കണ്ടീഷനിങ് കാർഡ് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും അതാണ് പറയുന്നത്. ആ ഒരു വ്യക്തിയിൽ അപ്രതീക്ഷിത മാറ്റമാണ് സംഭവിക്കുന്നത്. അവരായിട്ട് തന്നെ നിലകൊള്ളുക, അത് വലിയൊരു കാര്യമല്ലേ. അവരായിട്ട് തന്നെ നിലകൊണ്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ, അതാണ് കണ്ടീഷനിങ് കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ പ്രധാനപ്പെട്ട വന്ന പോയിന്റുകൾ. ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റീഡിങ് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ റീഡിങ്ങൊക്കെ വീണ്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അതുപോലെ കുറച്ച് പേരെങ്കിലും ജീവിതത്തിൽ എൻ്റെ റീഡിങ് ഉപകാരപ്രദമാകുന്നുണ്ടെന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെയാണ് ഒരു പുതിയ വ്യക്തിത്വമായിട്ട് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നന്നായി വരട്ടെ എല്ലാവരും. ഓക്കെ.